ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചക്ക പുഴുങ്ങാൻ പോവാണ്. ഇപ്പോൾ ഞങ്ങൾ താഴെ കിടക്കുന്ന ചക്കയായിട്ട് വിട്ടാണ്, കാരണം അതിങ്ങനെ മണ്ണിൽ പറ്റി പെട്ടെന്ന് ചള്ളായി പോവും, ചീഞ്ഞൊക്കെ പോവും. അതുകൊണ്ട് ഞങ്ങൾ താഴെയുള്ള ചക്കകൾ മൂത്തായി ചെയ്ത് അതാണ് ആദ്യം ഇട്ട് തീർക്കുന്നത്. ഈ ചക്ക അപ്പടി ഉറുമ്പാട്ടാ, മൂത്ത ചക്കയെന്നാ തോന്നണേ. മുള്ളൊക്കെ കണ്ടാൽ നല്ല പരന്നിട്ടുണ്ട്. സൗണ്ടും മൂത്ത ചക്കയുടെ സൗണ്ടാണ്. മൂത്തതാണെന്നാണ് വിശ്വാസം. എങ്ങനെയാണെങ്കിലും ഇട്ടു. മൂത്തതാണോ അല്ലയോ എന്ന് മുറിച്ച് നോക്കാം. അപ്പം ഞങ്ങൾ ഈ അരക്ക് ഇങ്ങനെ ശരിക്കും പറ്റാണ്ടിരിക്കാൻ നനച്ചു കൊടുത്തിട്ട് വെട്ടുമ്പോൾ അങ്ങനെ അരക്ക് കളയാനൊക്കെ ഈസി ആയിരിക്കും. അങ്ങനെ ഒരുപാട് അരക്കൊന്നും വക്കത്തിൽ പിടിച്ചിരിക്കില്ല. മൂത്തതാണ് ഗായ്സ്. യെസ്, താഴെ കിടന്ന ചെറിയ ചക്ക ഇട്ട്, എന്നാലും ചക്ക നല്ല മൂത്തിട്ടുണ്ട്, നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ചക്കക്കുരു കുറച്ച നല്ല മൂത്ത ചക്കയാണ്. ഇത്രയും മൂത്തതായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇട്ടപ്പം. നമുക്ക് വെട്ടി ഉലിഞ്ഞെടുക്കാം. കോടാലി കിട്ടിയില്ല, അതാ വാക്കത്തി വെച്ച് വെക്കുന്നത്. കോടാലി ആണെന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടായി. അരിയാനുള്ള പാത്രമൊക്കെ റെഡിയായി. ഉള്ളിയുണ്ട്. വലിയ ചുളയായതുകൊണ്ട് വെട്ടാനൊക്കെ എളുപ്പമാണ്. നല്ല മുഴുത്ത നല്ല മഞ്ഞക്കുള്ള ചുളയാണ് ഗൈസ്. നല്ല മുഴുത്തൊക്കെ പുഴുങ്ങാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങാം. കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചക്ക ഇട്ട് കൊടുത്തു. മൊത്തമായിട്ട് ജസ്റ്റ് തേങ്ങാക്കൊത്തൊന്നും ഇട്ടല്ല, ഉള്ളി മുളക് പിടിച്ചാൽ ഞങ്ങൾ താളിച്ച് കഴിക്കാറ്. അതാണ് കൂടുതലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. സോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു. ചക്കയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഇട്ടു. കുറച്ച് ഇനി അടച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇനി ഒരു ഷൂള അല്ലെങ്കിൽ 2 ഷൂളയൊക്കെ അടിച്ചാൽ മതിയാവും. ഷൂള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കി വയ്ക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് താളിക്കണ പരിപാടിയാണ്. കുക്കറിൻ്റെ ഷൂളൊക്കെ കഴിഞ്ഞു. ഇനി താളിക്കാൻ കടുകിട്ടു, പിന്നെ കുഞ്ഞുള്ളി ഇട്ടു, പിന്നെ ഇടിമുളക് ഇടിമുളക് ഇട്ടു. ഇനി ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഇനി ചക്കരേൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞ ശേഷം ചക്കരേൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി സിമ്പിൾ, ജസ്റ്റ് ഇളക്കി എല്ലായിടത്തും ഇതാക്കിയതിന് ശേഷം കഴിക്കുക. അടിപൊളി ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. നല്ലോണം ഇളക്കി എല്ലായിടത്തും ആവാൻ പാകത്തിന് ഇളക്കി. ഇത് കുറച്ചും കൂടി ഉടയാണ്ട് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ലോണം വേകും. കുറച്ചും കൂടി ഉടഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയി ഗായ്സ്.